നമ്മുടെ മഹത്തായ ആരോഗ്യരംഗം അതിനെക്കുറിച്ച് പറയുന്നത് വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. എന്നാലും അതറിയുമ്പോൾ പറയാതിരിക്കാൻ മാർഗമില്ലല്ലോ. അതിനെക്കുറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയെക്കുറിച്ചൊരു വാർത്ത കാണാനിടയായി. അപ്പോൾ അവിടെ ഇപ്പോൾ എല്ലാം നമ്പർ 1 ആണ്, ലോകോത്തരമാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഈ ലോകോത്തരമുള്ള സ്ഥലത്ത് ഈ കിഡ്നി സ്റ്റോൺസ് എന്നൊക്കെ പറയുന്ന ഒരസുഖം, അതായത് ഒരു സ്റ്റോൺ ഡെവലപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. യൂറിനൽ ചിലപ്പോൾ അത് ബ്ലാഡർ വരെ വരും, അത് അല്ലെങ്കിൽ ആ പൈപ്പിൽ കൂടെ വരും. അപ്പോൾ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കല്ല് ഒരു വല്ലാത്ത മൂർച്ചയുള്ള കല്ലാണ് ഇത്, ഈ കല്ലുകൾ. അപ്പോൾ അത് പോകുന്നിടമെല്ലാം കീറി മുറിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. അത് കാരണം തന്നെ അതിഭയങ്കരമായ വേദനയാണ്. കാരണം ഇതിൻ്റെ വേദന സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാകട്ടോ. ഈ വേദന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വൊമിറ്റിംഗ് ഉണ്ടാവും, വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ വേദന എന്ന് പറയുന്നത് ആ വേദന വന്നവരെ അതറിയാൻ പറ്റുള്ളൂ. എനിക്കിത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഡോക്ടർ അത് മനസ്സിലാക്കാതെ എനിക്ക് പെപ്റ്റിക് അൾസറാണെന്നും പറഞ്ഞ് എനിക്ക് ഈ വെള്ളമൊന്നും തരാതെ, ഒന്നും അകത്ത് വെള്ളമൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ട്രിപ്പ് മാത്രം തന്നിട്ട് ഇതങ്ങ് കൂടി പിന്നാണത് സ്റ്റോണാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോഴത്തേക്ക് ഇത് ഏതാണ്ട് എൻ്റെ ആ സ്റ്റോൺ ആ കിഡ്നിന്ന് ഏതാണ്ടൊരു 14 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്ത്, ഈ ട്രാവൽ ചെയ്യുന്നതെല്ലാം കീറി മുറിച്ചോണ്ടായി പോയി കഴിഞ്ഞ് ഇത് എവിടൊക്കെ ചെല്ലുന്നോ അത് മുഴുവൻ അവിടെ എല്ലാം മുഴുവനായിട്ട് അത് കീറി മുറിച്ചുകൊണ്ട് പോവും. അത്ര അതിഭയാനകമായ വേദനയാണ്. അപ്പോൾ കാരണം ഇതിന് അണ്ണീവനാണ്, ഇതിൻ്റെ വല്ല മൂർച്ചയാണ് ഇതിൻ്റെ ആ പല ഭാഗങ്ങളിലും. ഇതിന് നമ്മൾ യഥാർത്ഥത്തിൽ കഴിക്കുന്ന മരുന്നെന്ന് പറയുന്നുണ്ടല്ലോ, ആ മരുന്ന്, ഇതിന് കഴിക്കുന്ന മരുന്ന് നമ്മുടെ ഈ ഒരു കല്ലുരുക്കി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. കല്ലൂർ വഞ്ചി എന്നതിന് പറയും, ചില സ്ഥലങ്ങളിൽ അതിന് കല്ലുരുക്കി എന്ന് പറയും. ഇത് പാറയിലേ വളരുള്ളൂ, പാറയുടെ അത് കാരണം പാറ പോലും അതിൻ്റെ വേര് പാറ വരെ തുരന്ന് പോവും. അതുകൊണ്ടാണ് അതിന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഈ മരുന്നിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ അലോപ്പതി മരുന്ന് ഉള്ള മരുന്നിൻ്റെയും ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ഈ സാധനമാണ് കല്ലുരുക്കി. അപ്പം ഇത് കഴിച്ചാലും അത് കഴിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, കുറേശ്ശെ ഇത് മാറുമെന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ശരി, ഈ കല്ലുരുക്കി ഞാനതിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. അത് വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ട്, കാരണം ഇത് മാറാൻ വേണ്ടി. ഏതായാലും അത് എൻ്റെതങ്ങ് നേരെ യൂറിനറി ബ്ലാഡർ വീണ് അതങ്ങ് പോയിട്ടുണ്ട്. ഇപ്പം ഇല്ല, ആ സാധനം ഇല്ല. ഈ വേദന സഹിക്കാൻ വയ്യാത്ത ആളുകൾ ഇതിപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇതിന്. ലേസർ ഉപയോഗിച്ച് ഒരു ലേസർ മെഷീൻ ഉപയോഗിച്ച് ഇത് പൊടിക്കാം. ഈ കല്ല് അത് പൊടിഞ്ഞു പോവും ആ രീതി, എന്നിട്ടത് മൂത്രത്തിൽ കൂടെ അങ്ങ് പോവും. ആ രീതി ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഉണ്ട്. പക്ഷേ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെയ്ത് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ 4 മാസം കാത്തിരിക്കണം. ഈ വേദനയും കൊണ്ട് 4 മാസം ഇരിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇല്ല. നമ്മുടെ ലോകോത്തരത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇനി അവിടെ അത് മാത്രമല്ല, ഇപ്പം ഈ ശസ്ത്രക്രിയ ചെയ്യാനുണ്ടല്ലോ കത്രിക, അതിന് മൂർച്ചയില്ലാത്ത കത്രിക, 2000-3000 രൂപ വിലയുള്ള കത്രികയാണ്. അതിന് മൂർച്ചയില്ല, കാരണം പഴക്കം കൊണ്ടാണ്, ആ രീതിയിലാണ്. എന്നാൽ അത് പുതിയത് വാങ്ങി കിട്ടുന്നില്ല. പിന്നെ അത് മാത്രമോ, അവിടെ ഈ നെബുലൈസേഷൻ മാസ്ക്, ഇപ്പം നെബുലൈസ് ചെയ്യണം ആളുകൾക്ക്, നെബുലൈസേഷൻ മാസ്ക് അത് കിട്ടാനില്ല. പിന്നെ സർജിക്കൽ ബ്ലേഡ് അതില്ലാതെ സർജറി ഒക്കത്തില്ലല്ലോ. ഇല്ല. നൂല്, അതായത് തയ്ക്കണമല്ലോ, അതിനുള്ള നൂല്, അതായത് അത് ഈ ഗട്ടാണ്. അത് മിക്കവാറും ഈ പൂച്ചയുടെയൊക്കെ കുടലിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് ആ ഗട്ട് കേട്ടോ. അങ്ങനെയുള്ള ഗട്ടുണ്ട്. അപ്പോൾ ആ നൂലൊക്കെ തീർന്നു പോയിട്ടുണ്ട്, ഒന്നുമില്ല. പിന്നെ ഇനി ഈ ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ, അതാണല്ലോ ഇപ്പോൾ യഥാർത്ഥത്തിൽ ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയയ്ക്ക് വേണ്ട നീഡിൽ ഹോൾഡർ എന്ന് പറയുന്ന ഉപകരണം ഇല്ല, അതാണ് കാര്യം. അപ്പോൾ അതില്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും? അപ്പോൾ ആളുകളിപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പണം കൊടുത്ത് അത് വാങ്ങി കൊടുത്താലേ അവിടെ സർജറി നടക്കുള്ളൂ. അതുകൊണ്ട് സർജറിയുടെ എണ്ണം ഒന്ന് കുറച്ച് വെക്കുക, കാര്യമില്ല, ഇതില്ല. അതുപോലെ തന്നെ സർജറിക്ക് ഉപയോഗിക്കുന്ന ലേസർ ഫൈബർ എന്ന് പറയുന്ന സാധനം അവൈലബിൾ അല്ല. അത് മാത്രമല്ല, ഈ സർജറി നടത്തുമ്പോൾ ഈ ബ്ലഡ് നമ്മുടെ ഈ
നമ്മുടെ രക്തസ്രാവം അത് നിർത്തണമെങ്കിൽ ഉണ്ടല്ലോ, ബ്ലീഡിങ് അത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ട്രയാഡ് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. ഫോഴ്സ് ട്രയാഡ് അത് വേണം. ആ ഉപകരണത്തിൻ്റെ കുറവ് ഉള്ളതുകൊണ്ട് സർജറിയുടെ എണ്ണം കുറച്ചേക്കാണ്. കാരണം വേറെ മാർഗമില്ല. ഇത് കീ ഹോൾ സർജറി നടത്തുന്നു. ഈ ഫോഴ്സ് ട്രയാഡ് വേണം. ഇല്ലെങ്കിൽ ഈ ബ്ലീഡിങ് ഉണ്ടായി വലിയ കുഴപ്പമുണ്ടാവും. അപ്പോൾ ഇതിന് ഒരു തവണ ഉപയോഗിക്കേണ്ട സാധനമാണ്. അത് 70,000 രൂപ അതിന് വിലയാണ് കേട്ടോ. ഇത് പാവങ്ങൾക്ക് ഒക്കാത്തത് കൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജുകളിൽ ആളുകൾ ചെല്ലുന്നത് ഇതിനു വേണ്ടി. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നമ്മൾ കീ ഹോൾ ഏതെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ 70,000 രൂപയ്ക്ക് മുകളിലോട്ടാവും, ചിലവാകും. അതിൻ്റെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ തവണ ഉപയോഗിക്കേണ്ട ഉപകരണമാണ്. ഇത് 8ഉം 10ഉം തവണയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലോകോത്തരത്ത് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ കാണേണ്ട കാര്യം. അപ്പോൾ ഫോഴ്സ് ട്രയാഡില്ല. അതുപോലെ ഈ കല്ല് പൊടിക്കാൻ, അതായത് ഈ കിഡ്നി സ്റ്റോൺസ് പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ലേസറിൻ്റെ ഉപകരണം ഉണ്ടല്ലോ, അത് 2,50,000 രൂപ വിലയുള്ള ഒരു ഉപകരണമാണ്. അത് കേടായി മാസങ്ങൾ കിടന്നു. കാരണം ഒരു മാർഗ്ഗമില്ല ഇത്. അപ്പോൾ അത് കേടായി കിടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവസാനം എന്തെന്നറിയോ, 8-10 രോഗികൾ ചേർന്ന് അവർ ഈ കാശ് മുടക്കി ഈ മെഷീൻ നന്നാക്കിച്ചു. അങ്ങനെയാണ് ആ മെഷീൻ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാക്കിയത്. ഇപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ലോകോത്തര നിലവാരം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് പറയാനാണ്. ഇത് ബഹുമാനിയായ മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാതെ എല്ലാം ഉണ്ട്, നമ്മൾ വളരെയാണ്, നമ്പർ 1 എന്നൊക്കെ വിളിച്ച് പറയുന്നതിന് മുമ്പ് ഇതൊന്ന് നോക്കണം. ഏതായാലും നമ്പർ 1 ആയിട്ടുള്ള ആൾ അമേരിക്കയിൽ പോയിട്ട് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹവും ഭാര്യയും കൂടെ ദുബായിൽ മടങ്ങിയെത്തിയിട്ട് പിന്നെ ഞാൻ അന്ന് നേരത്തെ പറഞ്ഞാൽ തിരിച്ച് ദുബായിൽ ഒന്ന് തങ്ങിയിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളൂ കേട്ടോ. അവിടെ ഔദ്യോഗിക പരിപാടികളൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ ശനിയാഴ്ച മുതൽ ഈ ചൊവ്വാഴ്ച വരെ അദ്ദേഹം അവിടെ ഉണ്ട് എന്നാണ്, അദ്ദേഹവും ഭാര്യയും കൂടെ ഉണ്ടെന്നാണ് അറിയുന്നത്. അവിടെ താമസിക്കുന്നത് ഗ്രാൻഡ് ഹയാത്തിലാണ് ദുബായിൽ. ചിലവ് വളരെ കുറഞ്ഞ റൂമുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. വളരെ വളരെ ചിലവ് കുറഞ്ഞ ഹോട്ടലാണ് ഗ്രാൻഡ് ഹയാത്ത്, അവിടെ താമസിക്കുന്നത്. അപ്പം കുഴപ്പമില്ല, നടക്കട്ടെ. കാരണം അവിടെ ഗസ്റ്റ് ഹൗസുകളൊന്നും ഇല്ലല്ലോ. നമ്മുടെ കേരളത്തിൻ്റേതായിട്ടുള്ള ഗസ്റ്റ് ഹൗസ് ഒന്നും ദുബായിൽ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ചെറിയ ഹോട്ടലിലൊക്കെ താമസിക്കാൻ പറ്റുള്ളൂ. ഏതായാലും അവിടെയൊക്കെ അദ്ദേഹം സസുഖം താമസിക്കുന്നു. ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച മടങ്ങിയെത്തുമെന്ന് അറിയുന്നു. മടങ്ങിയെത്തുമ്പോൾ ബഹുമാനിയായ മുഖ്യമന്ത്രി ഏതായാലും മിനസോട്ടയിലെ മയോ ക്ലിനിക്കിൽ നിന്ന് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വരികയല്ലേ. 4ാമത്തെ തവണ ഇപ്പോൾ പോകുന്നത് കേട്ടോ. എത്ര കോടി രൂപ ചിലവായിട്ടുണ്ടെന്ന് ചുമ്മാ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ മതി. അത് നമുക്ക് കണക്കിൻ്റെയൊക്കെ അപ്പുറത്താണ് ആ തുക. അത് പോയിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതേതായാലും ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ഈ ലോകോത്തരവും നമ്പർ 1 ഒക്കെ ഒന്ന് പരിശോധിക്കണം കേട്ടോ. ഇവിടെയുള്ള പാവങ്ങൾക്കും എന്തെങ്കിലും വേണ്ട ട്രീറ്റ്മെൻറ്റ്, അത് ബഹുമാന്യനായ മുഖ്യമന്ത്രി അതൊന്ന് നോക്കണം. കാരണം ഇവിടെ ഇതുപോലുള്ളതാണ്, തയ്ക്കാൻ നൂലില്ല. പിന്നെ എങ്ങനെ ശസ്ത്രക്രിയ നടത്തുന്നത്? അതിന് കത്രികയ്ക്ക് മൂർച്ചയില്ല, സർജറിക്കൽ ബ്ലേഡില്ല, ഇതൊന്നുമില്ല. എന്നിട്ടാണ് നമ്മൾ നമ്പർ 1ഉം ലോകോത്തരവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ജനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ആശുപത്രിയിൽ. ഇപ്പോൾ ആ രീതിയാണ്, അങ്ങനെ ആയി കേട്ടോ.